മലയാള സിനിമയിൽ കൂനിന്മേൽ കുരുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. അമ്മ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുമ്പോഴാണ് കുറെ വകുപ്പുകൾ ചേർത്ത് പുതിയൊരു കേസ് വന്നിരിക്കുന്നത്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു, പോൺ സൈറ്റുകളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയവയാണ് ശ്വേതയ്ക്കെതിരായ കുറ്റങ്ങൾ. IT ആക്ട് പ്രകാരം എടുത്തിരിക്കുന്ന കേസിന്റെ FIRലെ വിവരങ്ങൾ കേട്ടാൽ എല്ലാവരും ഞെട്ടും. മാർട്ടിൻ മേനാച്ചേരി എന്നയാളുടെ പരാതിയിൽ എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് കേസ്. ആരാണ് ഈ മാർട്ടിൻ മേനാച്ചേരി? സിനിമാ ലോകത്ത് ഇയാൾക്കുള്ള ബന്ധമെന്താണ്? ഇപ്പോൾ ശ്വേതയ്ക്കെതിരെ ഇങ്ങനൊരു പരാതി നൽകിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടോ? അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും ശ്വേതയ്ക്കെതിരായ പരാതി ഇപ്പോൾ നൽകിയത് അല്ലെന്നുമാണ് മാർട്ടിൻ പറയുന്നത്. അമ്മ തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ മത്സരിക്കുന്നത് തടയാൻ ആരെങ്കിലും ഇറക്കിവിട്ട ആളാണോ ഈ മാർട്ടിൻ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. ഇത്തരം ഒരു പരാതിയുടെ പ്രസക്തി എന്താണെന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യം ഉയരുന്നു. ഇങ്ങനെ പരാതി നൽകിയാൽ ഇന്ത്യയിൽ പല മുൻനിര താരങ്ങളും കോടതി കയറി ഇറങ്ങേണ്ടി വരില്ലേ? അപ്പോൾ ശ്വേതയ്ക്കെതിരെ പരാതി നൽകിയതിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്ത്? ആരാണ് ശരിക്കും അതിന് പിന്നിൽ? അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് നേരിട്ട് മത്സരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരണമെന്ന ആവശ്യം ചർച്ചയായതോടെ ദേവൻ ഒഴികെ മറ്റുള്ള താരങ്ങൾ പിൻവാങ്ങിയിരുന്നു. മറ്റ് മുൻനിര താരങ്ങളുമായി അടുത്ത ബന്ധമില്ലാത്ത ദേവൻ താരസംഘടനയിലെ ഭാരവാഹിത്വത്തെ ചൊല്ലിയുള്ള അനൌദ്യോഗിക ചർച്ചകളിലൊന്നും പങ്കെടുക്കാതെ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ശ്വേത നിയമക്കുരുക്കിൽപ്പെട്ടാൽ സ്വാഭാവികമായും പ്രസിഡന്റാകാൻ ദേവനാണ് സാധ്യത. വനിതാ താരങ്ങളുടെ വെളിപ്പെടുത്തൽ അടങ്ങിയ മെമ്മറി കാർഡിനെ ചൊല്ലി അമ്മയിൽ വിവാദം കടുക്കുമ്പോഴാണ് ശ്വേതാ മേനോനെതിരെ ഇപ്പോൾ കേസുണ്ടായിരിക്കുന്നത്. ലൈംഗിക ആരോപണങ്ങളും അനുബന്ധ വിഷയങ്ങളും അടിക്കടി വരുന്ന സാഹചര്യത്തിൽ അമ്മയ്ക്കെതിരായ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ പരാതിയും കൂടി ആയതോടെ അമ്മ ശരിക്കും പെട്ടിരിക്കുന്നു. ഇനി ശ്വേതാ മേനോന്റെ പ്രതികരണമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേസും പൊല്ലാപ്പും ഇത്രയുമായ സ്ഥിതിക്ക് ശ്വേത ഇനിയെങ്കിലും മിണ്ടുമോ?